Hi students, so welcome to our session. So ഇന്ന് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. ദാറ്റ് ഈസ് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് കേട്ടോ. ദാറ്റ് ഈസ് ഈ ഒരു സബ്ജക്ട് എന്താണ്, അത് എത്രത്തോളം യൂണിറ്റ്സ് അതിലുണ്ട്, അത് എന്തൊക്കെയാണ് അതിൽ കവർ ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. സോ നമുക്കറിയാം ഓർഗനൈസേഷൻ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്ന് നമുക്കറിയാം അല്ലെ. സോ ആ ഒരു ഓർഗനൈസേഷനിൽ വരുന്ന ബിഹേവിയർ, അതായത് ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസും മറ്റുള്ളവരും അവരുടെ ഒരു ബിഹേവിയേഴ്സും അതൊക്കെ എങ്ങനെയാണ് അതിന്റെ പ്രവർത്തനത്തിനെ ബാധിക്കുന്നത്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറെ തിയറീസ് ഒക്കെ ഉണ്ട്. ആ ഒരു തിയറീസ് ഒക്കെ എങ്ങനെയാണ്, പിന്നെ പണ്ടത്തെ പോലെയല്ല, ഇന്ന് ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ട് അല്ലെ. സോ നമ്മുടെ ഒരു ബിഹേവിയർ എന്ന് പറയുന്നത് എന്താ, ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരാളുടെ പെരുമാറ്റം, ആ പെരുമാറ്റ രീതിയിൽ എന്തെല്ലാം വ്യത്യാസങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് ഓരോ വർഷങ്ങൾ കഴിയുന്തോറും, അതൊക്കെ എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷനെ ബാധിക്കുന്നത്, അങ്ങനെയുള്ള കുറച്ച് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഈ ഒരു ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്നത്. സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. സോ ഈ ഒരു സബ്ജക്റ്റിൽ നമുക്ക് 5 ബ്ലോക്സ് ആണ് കേട്ടോ. ഓരോ ബ്ലോക്സിലും കുറച്ച് യൂണിറ്റ്സ് ഒക്കെ ഉണ്ട്. സോ ആദ്യത്തെ നമ്മുടെ ബ്ലോക്ക് എന്ന് പറയുന്നത് ഡീകോഡിംഗ് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്നുള്ളതാണ്. ഇതിൽ നമുക്ക് 2 യൂണിറ്റ്സ് ആണ് വരുന്നത്, യൂണിറ്റ് 1ഉം 2ഉം. യൂണിറ്റ് 1 എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഓർഗനൈസേഷണൽ ബിഹേവിയറും യൂണിറ്റ് 2 എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ആൻഡ് ഇവല്യൂഷൻ ഓഫ് ഓർഗനൈസേഷണൽ തിയറിയുമാണ്. സോ നമുക്ക് ഈ ആദ്യത്തെ യൂണിറ്റിൽ മെയിൻ ആയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഇൻട്രൊഡക്ഷൻ ടു ഓർഗനൈസേഷണൽ ബിഹേവിയർ ആണ്. എന്താണ് ഓർഗനൈസേഷണൽ, അതിന്റെ ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്താണ് എന്നുള്ളതിന്റെ ആ ഒരു ഡെഫിനേഷനും കാര്യങ്ങളൊക്കെയാണ്. ഇൻഡിവിജ്വൽ ആരാണ്, ഗ്രൂപ്പ് ആരാണ്, ഈ ഒരു ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ആക്ട് ഒക്കെ എങ്ങനെയാണ് വിത്തിൻ ദ ഓർഗനൈസേഷനിൽ വരുന്നത് അല്ലെ. ഓരോരുത്തരുടെ പെരുമാറ്റമാണ് ആ ഒരു ഓർഗനൈസേഷന്റെ പ്രവർത്തനത്തിനെ ബാധിക്കുന്നത്. സോ ആ ഒരു ബിഹേവിയേഴ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലെവൽസ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ നമ്മൾ നോക്കുന്നുണ്ട്. അതായത് ഓരോരോ ലെവൽ ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ഉണ്ട് അല്ലെ. എല്ലാ സമയത്തും നമ്മൾ ഒരുപോലെയല്ല ഹ്യൂമൻ ബിഹേവിയർ. സോ ഒരു ഇൻഡിവിജ്വൽ ആവുമ്പോൾ എങ്ങനെയാണ്, ഗ്രൂപ്പ് ആയിട്ട് വരുമ്പോൾ എങ്ങനെയാണ്, ഓർഗനൈസേഷണൽ സിസ്റ്റം എന്താണ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ, ആ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് പോലെ തന്നെയാണ് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്താണ് എന്നുള്ളതൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ആൻഡ് എവല്യൂഷൻ ഓഫ് ഓർഗനൈസേഷണൽ ബിഹേവിയർ ആണ്. സോ ആ ഒരു ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ, പെട്ടെന്ന് വന്നതൊന്നും അല്ല, അതിനൊരു എവല്യൂഷൻ ഒക്കെ ഉണ്ട്. സോ അതൊക്കെ എങ്ങനെയാണ്, അതിന്റെ ആ ഒരു സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് അത് എങ്ങനെ വന്നു, അതുപോലെ തന്നെ ആ ഒരു റിജിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ആ ഒരു മാനേജ്മെന്റ് സ്റ്റൈൽസിൽ നിന്ന് ഇന്ന് കാണുന്ന ഒരു മോഡേൺ രീതിയിലുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയിൽ അതെങ്ങനെ മാറ്റം വന്നു. ഒരുപാട് തിയറീസ് ഒക്കെ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യും. അതായത് ഓരോരോ സയന്റിസ്റ്റും പല പല തിയറീസ് എല്ലാം ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട്. ആ തിയറീസിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള, ഇന്ന് നമുക്ക് ഓർഗനൈസേഷനിലെ ഒരു എംപ്ലോയീസിനെ എങ്ങനെയെല്ലാം നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും, അവരുടെ ബിഹേവിയറും അല്ലെങ്കിൽ അവരുടെ ആ ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷനും എല്ലാം നൽകിക്കൊണ്ട് ഒരുപാട് പുതിയ പുതിയ രീതിയിലെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ. പക്ഷെ പണ്ടൊന്നും അങ്ങനെ ആയിരുന്നില്ല. പണ്ടൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള, റിജിഡ് ആയിട്ടുള്ള റൂൾസിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു ഒരു ഓർഗനൈസേഷൻ നടന്നിരുന്നത്. സോ അതെല്ലാം അവരെ നെഗറ്റീവായിട്ട് ബാധിച്ചു എന്നും അതിനുശേഷം ഒരുപാട് തിയറീസ് ഒക്കെ വന്ന ശേഷമാണ് ഇന്ന് കാണുന്ന മോഡേൺ രീതിയിലുള്ള ആ ഒരു ലെവലിലൊക്കെ നമ്മൾ എത്തിയത് എന്നൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൽ ക്ലാസിക്കൽ തിയറി, നിയോ ക്ലാസിക്കൽ തിയറി, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കുറച്ച് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. അതായത് കുറച്ച് നമുക്ക് സൈക്കോളജിക്കൽ ആയിട്ടുള്ള തിയറീസും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. ഇനി നമുക്ക് ബ്ലോക്ക് 2ലേക്ക് പോവാം. 2 എന്ന് പറയുന്നത് ഓർഗനൈസേഷണൽ ഡൈനാമിക്സ് ആണ്. അതിൽ ഇൻഡിവിജ്വൽ ബിഹേവിയർ, ഫസ്റ്റ് പാർട്ട് ഓഫ് ഇൻഡിവിജ്വൽ ബിഹേവിയർ ആണ് ഇതിൽ വരുന്നത്. അതായത് ഓരോരോ ഇൻഡിവിജ്വലിന്റെയും ബിഹേവിയറും ഓർഗനൈസേഷനിൽ അതിലൂടെ വരുന്ന കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് ഇതിൽ നോക്കും. ഇതിൽ നമുക്ക് 3 to 6 ആണ് യൂണിറ്റ് വരുന്നത്. യൂണിറ്റ് 3 എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി, യൂണിറ്റ് 4 എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ബിഹേവിയർ ആൻഡ് ലേണിംഗ്, യൂണിറ്റ് 5 പെർസെപ്ഷൻ ആൻഡ് യൂണിറ്റ് 6 ആറ്റിറ്റ്യൂഡ് ആൻഡ് വാല്യൂസ്. സോ ഈ ആറ്റിറ്റ്യൂഡും വാല്യൂസും പെർസെപ്ഷനും പേഴ്സണാലിറ്റിയും ഇതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാം ഒരു മനുഷ്യനെ, ഒരു ഇൻഡിവിജ്വലിന്റെ പെരുമാറ്റത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. സോ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. യൂണിറ്റ് 3 എന്ന് പറയുന്നത് പേഴ്സണാലിറ്റിയാണ്. നമുക്കറിയാം എല്ലാവർക്കും പേഴ്സണാലിറ്റി ഉണ്ട് അല്ലെ. ആ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ട്രേറ്റിനെ തന്നെയാണ് നമ്മൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഒരു ഇൻഡിവിജ്വലിന്റെ ആ ഒരു റിയാക്ഷൻ എല്ലാം അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. നല്ല പേഴ്സണാലിറ്റി ഉള്ള ഒരു ആളാണ് എന്ന് പറയുന്നതും പേഴ്സണാലിറ്റി ഇല്ലാത്ത ഒരാളാണ് എന്ന് പറയുന്നതും തമ്മിലുള്ള വ്യത്യാസമൊക്കെ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ആ ഒരു ഈ ഒരു പേഴ്സണാലിറ്റിയുടെ ഡിറ്റർമിനൻസ് ഒക്കെ ഉണ്ട്. ഹെറിഡിറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ, എൻവയോൺമെന്റ്, സിറ്റുവേഷൻ, അങ്ങനെ ഇതെല്ലാം നമ്മളെ പേഴ്സണാലിറ്റിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. സോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും അതിനെയും ബേസ് ചെയ്തിട്ട് കുറച്ച് തിയറീസ് ഒക്കെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്.
അതിനോടൊപ്പം തന്നെ കുറച്ച് ഭാരതീയ കോൺസെപ്റ്റ്, അതായത് ഇന്ത്യൻ കോൺസെപ്റ്റിന്റെ രീതിയിലുള്ള അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി കണക്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അതായത് ഈ വർക്ക് പ്ലേസിൽ ഇന്ത്യൻ ഭാരതീയ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസെപ്റ്റ്സ് ആണ്. അപ്പൊ നമ്മുടെ ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനൊക്കെ ഇന്ത്യൻ രീതിയിലുള്ള കുറച്ച് കോൺസെപ്റ്റ്സ് ഒക്കെ അപ്ലൈ ചെയ്താൽ അതൊക്കെ വർക്ക് പ്ലേസിൽ എത്രത്തോളം ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ പറ്റും, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി യൂണിറ്റ് 4 എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ബിഹേവിയർ ആൻഡ് ലേണിംഗ് ആണ്. സോ ഇതിൽ നമുക്കറിയാം അല്ലെ, ഇൻഡിവിജ്വലിന്റെ ബിഹേവിയർ എങ്ങനെയാണ് നമുക്ക് ലേൺ ചെയ്തിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും അല്ലെ. തന്നെത്താൻ നമുക്ക് ജന്മനാ കിട്ടുന്ന കഴിവുകളും ഉണ്ട് നമ്മുടെ ബിഹേവിയറിൽ. അതിനോടൊപ്പം തന്നെ നമുക്ക് ലേണിംഗിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ബിഹേവിയർ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലും കുറച്ച് പ്രൈമറി തിയറീസ് ഒക്കെ പറയുന്നത് ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഒപ്പറന്റ് കണ്ടീഷനിങ്, അതുപോലെ തന്നെ കോഗ്നിറ്റീവ് ലേണിംഗ്, സോഷ്യൽ ലേണിംഗ്, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചാപ്റ്റർ പഠിക്കുമ്പോൾ നോക്കും. ഇതൊക്കെ നിങ്ങൾ സൈക്കോളജിയിലൊക്കെ പഠിച്ചവർക്ക്, അതെല്ലാം അറിയുന്നവർക്ക് ഈ ഒരു തിയറീസ് ഒക്കെ ഫെമിലിയർ ആയിരിക്കും. ഇനി യൂണിറ്റ് 5 എന്ന് പറയുന്നത് നമ്മുടെ പെർസെപ്ഷൻ ആണ് അല്ലെ. പെർസെപ്ഷൻ എന്ന് പറയുമ്പോൾ ഒരാളുടെ കാഴ്ചപ്പാട് അല്ലെ. അപ്പൊ ആ ഒരു എന്താ ഓർഗനൈസേഷനിൽ വരുന്ന ആ ഒരു ഇൻഡിവിജ്വലിന്റെ അവരുടെ പെർസെപ്ഷനും ആ ഒരു സ്റ്റിമുലി ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. സ്റ്റിമുലി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു, നമ്മൾ എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഇൻഫർമേഷനെയാണ് നമ്മൾ സ്റ്റിമുലി എന്ന് പറയുന്നത്. അതിലൂടെ നമുക്ക് സ്റ്റിമുലി കിട്ടിയ എന്താ, നമ്മൾ അതിനെ റിയാക്ട് ചെയ്യും അല്ലെ. അതിന് എന്താണോ അത് ഇന്റർപ്രറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഊഹിച്ചെടുക്കും. സോ അതൊക്കെ നമ്മുടെ പെർസെപ്ഷനെ ബേസ് ചെയ്തിട്ടിരിക്കും. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഓരോ കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കാനുള്ള കഴിവ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ആട്രിബ്യൂഷൻ തിയറി എന്താണെന്നൊക്കെ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു പേഴ്സന്റെ ബിഹേവിയർ എന്താ ഇന്റേണലി ആണോ എക്സ്റ്റേണലി ഒക്കെ ആണോ രൂപപ്പെടുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി ആറ്റിറ്റ്യൂഡ് ആൻഡ് വാല്യൂസ് എന്നുള്ളതാണ് യൂണിറ്റ് 6. സോ അതില് ആറ്റിറ്റ്യൂഡും വാല്യൂസ് ഒക്കെ എങ്ങനെ ഫോം ചെയ്യുന്നു, അതൊക്കെ എങ്ങനെയാണ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്, ചില തിയറീസ് ഒക്കെ അതിലും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതായത് കോഗ്നിറ്റീവ് ഡിസണൻസ്, അതുപോലെ തന്നെ പേഴ്സ്വേഷൻ, നമ്മളെ നിർബന്ധിച്ച്, ഒരാളെ ഇന്നത് ചെയ്യണമെന്ന് നിർബന്ധിച്ച് നമുക്ക് അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും അല്ലെ. സോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എന്താണെന്നൊക്കെ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എത്തിക്കൽ വാല്യൂസിലൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേദാസ്, ഉപനിഷത്ത്, ഭഗവത്ഗീത, ഇതാണ് ഭാരതീയ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള ഈ വേദസ്, ഉപനിഷത്ത്, ഭഗവത്ഗീത, ഇതിലൊക്കെ കാണിക്കുന്ന കോൺസെപ്റ്റ് ഒക്കെ ഈ ഒരു ആറ്റിറ്റ്യൂഡും വാല്യൂസ് ഒക്കെ ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ എങ്ങനെയെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി ബ്ലോക്ക് 3 എന്ന് പറയുന്നത് ഓർഗനൈസേഷണൽ ഡൈനാമിക്സ് ഇൻഡിവിജ്വൽ ബിഹേവിയർ സെക്കൻഡ് പാർട്ടാണ്. അതായത് ഇൻഡിവിജ്വൽ ബിഹേവിയറിൽ തന്നെ വരുന്നതാണ്. അതിൽ യൂണിറ്റ് 7 എന്ന് പറയുന്നത് സ്ട്രെസ് മാനേജ്മെന്റും യൂണിറ്റ് 8 എന്ന് പറയുന്നത് മോട്ടിവേഷനും ആണ് കേട്ടോ. സോ ഇതും നമുക്കറിയാം ഒരു ഇൻഡിവിജ്വലിന് അത്യാവശ്യം വേണ്ട കാര്യങ്ങളാണ്, നമ്മുടെ സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റുന്നതും മോട്ടിവേഷനും. സോ യൂണിറ്റ് 7 സ്ട്രെസ് മാനേജ്മെന്റ്, നമുക്കറിയാം ഇന്നത്തെ എല്ലാ സ്ഥാപനങ്ങളിലും എല്ലാ ജോലിയിലും സ്ട്രെസ് ഉണ്ട് അല്ലെ. സോ ആ ഒരു സ്ട്രെസ്സിന്റെ കോസസ് എന്താണ്, അതൊക്കെ എങ്ങനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഇൻട്രാ ഓർഗനൈസേഷൻ ഉണ്ട്, എക്സ്ട്രാ ഓർഗനൈസേഷണൽ സ്ട്രെസ് ഉണ്ട്. ഇതെല്ലാം പല രീതിയിലുള്ള ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സ്ട്രെസ് ആണ്. സോ ഇതൊക്കെ എന്താണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചാപ്റ്റർ പഠിക്കുമ്പോൾ നോക്കും. അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ആയിട്ടുള്ളതും ഫിസിയോളജിക്കൽ ആയിട്ടുള്ള കോൺസിക്വൻസസ് ഒക്കെ എന്താണ് സ്ട്രെസ് മൂലം നമുക്ക് ഉണ്ടാവുന്നത്. ഇനി ഇതിലും നമുക്ക് ഭാരതീയ കോൺസെപ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാം. അതായത് നമ്മുടെ യോഗ ട്രെയിനിങ് അല്ലെ, യോഗ, പ്രാണായാമ, അങ്ങനെയുള്ള ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഈ സ്ട്രെസ് ഒക്കെ എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാം, അങ്ങനെയുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സ്ട്രെസ് മാനേജ്മെന്റ് എന്നുള്ള ചാപ്റ്ററിൽ വരുന്നത്. ഇന്നത്തെ കാലത്ത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ സ്ട്രെസ് മാനേജ് ചെയ്യുക എന്ന് പറയുന്നത്. ഇനി യൂണിറ്റ് 8 എന്ന് പറയുന്നത് മോട്ടിവേഷൻ ആണ്. അത് നമുക്കറിയാം ഒരാളെ എന്തെല്ലാം രീതിയിൽ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ, അങ്ങനെ പല രീതിയിലുള്ള മോട്ടിവേഷൻ ഉണ്ട്. അതിലും കുറച്ച് തിയറീസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എംപ്ലോയീസിനെ കുറച്ചും കൂടി നല്ല രീതിയിൽ പെർഫോം ചെയ്യണമെങ്കിൽ അവരെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യണം അല്ലെ. സോ അവരുടെ പേഴ്സണൽ ഗ്രോത്ത് അച്ചീവ് ചെയ്യാനും ആസ് വെൽ ആസ് ഓർഗനൈസേഷണൽ ഗോൾസ് അച്ചീവ് ചെയ്യണമെങ്കിലും അവരെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യം നമുക്ക് വരുന്നുണ്ട്. ഇനി ബ്ലോക്ക് 4 എന്ന് പറയുന്നത് ഓർഗനൈസേഷണൽ ഡൈനാമിക്സ്. അപ്പൊ ഇൻഡിവിജ്വൽ ബിഹേവിയർ കഴിഞ്ഞു, ഇനി ഗ്രൂപ്പ് ബിഹേവിയറിലേക്ക് നമ്മൾ പോവാണ്. ബ്ലോക്ക് 4 ഗ്രൂപ്പ് ബിഹേവിയർ ആണ് വരുന്നത്. നമ്മുടെ യൂണിറ്റ് 9, 10, 11 ആണ് അതിൽ വരുന്നത്. 9 എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഡൈനാമിക്സ് ആൻഡ് ടീം ബിൽഡിംഗ്, 10 എന്ന് പറയുന്നത് കോൺഫ്ലിക്ട് മാനേജ്മെന്റ്, 11 എന്ന് പറയുന്നത് ലീഡർഷിപ്പ്. സോ നമുക്ക് യൂണിറ്റ് 9 ഗ്രൂപ്പ് ഡൈനാമിക്സ് ആൻഡ് ടീം ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള നമ്മൾ നോക്കി. ഇനി ഗ്രൂപ്പ് ബിഹേവിയർ വരുമ്പോഴും, അല്ലെങ്കിൽ ഒരു കമ്പനി എന്ന് പറയുമ്പോൾ, ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ കളക്റ്റീവ് ബിഹേവിയർ ആണ് അവിടെ വരുന്നത് അല്ലെ. ഒന്നിൽ കൂടുതൽ ആൾക്കാർ, ഒരു ഗ്രൂപ്പ് ആയിട്ടുള്ള ഫോർമലി ഇൻഫോർമലി ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ഒക്കെ അവിടെ ഉണ്ടാവും. ഇവരുടെ എല്ലാം ഒരു ഗ്രൂപ്പ് കൊഹസീവ്നെസ്, ഗ്രൂപ്പായിട്ട് ഒരുമിച്ച് നിൽക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് അവിടെ വരുന്നത്. എന്നാലേ ഓർഗനൈസേഷൻ നല്ല രീതിയിൽ പെർഫോം ചെയ്യുള്ളൂ അല്ലെ. എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡൈനാമിക്സ് ഒക്കെ ഡിസിഷൻ മേക്കിങ്ങിൽ എങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നെല്ലാം ഇതിൽ പറയുന്നുണ്ട്. ഇനി യൂണിറ്റ് 10 ആണ് കോൺഫ്ലിക്ട് മാനേജ്മെന്റ്. സോ നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ ഒരുപാട് കോൺഫ്ലിക്ട്സ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഒരു ഡിഫറെന്റ് ലെവൽസിൽ വരുന്ന കോൺഫ്ലിക്ട് എന്താണ്, അതുപോലെ തന്നെ ആ ഒരു
കോൺഫ്ലിക്ട്സ് ഒക്കെ എങ്ങനെയെല്ലാം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും, അതിലും കുറച്ച് എന്താ പറയാ ടൂൾസ് പറയുന്നുണ്ട്. ഈ കോൺഫ്ലിക്ട് മാനേജ് ചെയ്യാനുള്ള ടൂൾസ് ആണ് ഈ ഒരു ട്രാൻസാക്ഷൻ അനാലിസിസും ജൊഹാരി വിൻഡോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ എന്താണെന്നൊക്കെ നമ്മൾ ചാപ്റ്റർ പഠിക്കുമ്പോൾ നോക്കും. ഇതിലൂടെയൊക്കെ എങ്ങനെയൊക്കെയാണ് കമ്മ്യൂണിക്കേഷനും ഇന്റർപേഴ്സണൽ ഫ്രിക്ഷനും ഒക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതെല്ലാം ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി യൂണിറ്റ് 11 എന്ന് പറയുന്നത് ലീഡർഷിപ്പ് ആണ്. സോ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാലോ, ഒരു ഓർഗനൈസേഷനിൽ അത്യാവശ്യമായിട്ട് വേണ്ടതാണ് ലീഡർഷിപ്പ്. സോ അതിൽ ആ ഒരു കുറച്ച് തിയറീസ്, ലീഡർഷിപ്പ് തിയറീസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതാണ് ഈ ട്രേറ്റ് തിയറി, ബിഹേവിയറൽ തിയറി, സിറ്റുവേഷൻ ഓർ കണ്ടിൻജൻസി തിയറി എന്നൊക്കെ പറയുന്നത്. ഇതിലൊക്കെ ലീഡർഷിപ്പ് ഏതെല്ലാം രീതിയിലുള്ള ലീഡർഷിപ്പ് ഉണ്ട്, ഓട്ടോക്രാറ്റിക് ഉണ്ട്, ഡെമോക്രാറ്റിക് ഉണ്ട്, ലേസസ് ഫെയർ സ്റ്റൈൽസിലുള്ള ലീഡർഷിപ്പ് ഉണ്ട്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എന്താന്നൊക്കെ നമുക്ക് ചാപ്റ്റർ വൈസ് നോക്കുമ്പോൾ അറിയാം. ഇനി ബ്ലോക്ക് 5 ലാസ്റ്റ് ബ്ലോക്ക് ആണ്. അത് ഫ്യൂച്ചർ ഓഫ് ഓർഗനൈസേഷണൽ ബിഹേവിയർ ആണ് കേട്ടോ. സോ അതിലെ യൂണിറ്റ് 12ഉം 13ഉം ആണ്. 12 എന്ന് പറയുന്നത് ഓർഗനൈസേഷണൽ ചേഞ്ചും 13 എന്ന് പറയുന്നത് എമേർജിംഗ് ട്രെൻഡ്സ് ഇൻ ഓർഗനൈസേഷണൽ ബിഹേവിയറും ആണ്. സോ യൂണിറ്റ് 12 എന്ന് പറയുന്നത് ഓർഗനൈസേഷണൽ ചേഞ്ച്. സോ നമുക്കറിയാം ഓർഗനൈസേഷൻ എപ്പോഴും ഒരുപോലെ ഇരിക്കില്ല അല്ലെ, ചേഞ്ച് അതിൽ കോമൺ ആണ്. സോ ഇതിൽ ഒരു ലെവിൻസ് ഫോഴ്സ് ഫീൽഡ് അനാലിസിസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പഠിക്കുന്നുണ്ട്. അതായത് ഡ്രൈവിംഗ് ഫോഴ്സസും റിസ്ട്രൈനിങ് ഫോഴ്സസും. അതായത് ഒരു ചേഞ്ച്, ഒരു മാറ്റം വരുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ടാവും, റിസ്ട്രെയിൻ ചെയ്യുന്ന കുറച്ച്, ബ്ലോക്ക് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ടാവും. സോ ഡ്രൈവിംഗ് ഫോഴ്സസ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. റിസ്ട്രെയിനിങ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യാതെ ബ്ലോക്ക് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ആണ് റിസ്ട്രെയിനിങ് ഫോഴ്സസ് എന്ന് പറയുന്നത്. സോ ഇതൊക്കെ എന്താണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ നോക്കുന്നുണ്ട്. സോ അതുപോലെ തന്നെ 3 സ്റ്റെപ്പ് മോഡൽ, അതായത് അൺഫ്രീസിങ്, ചേഞ്ചിങ്, റീഫ്രീസിങ്, ഇതൊക്കെ ഓർഗനൈസേഷൻ ചേഞ്ച് വരുമ്പോൾ ഉണ്ടാവുന്ന ഓരോരോ പ്രോസസ്സിൽ ഓരോ സ്റ്റേജുകളാണ്. ഇനി അതുപോലെ തന്നെ ഇനി ചില എംപ്ലോയീസിന് ഓർഗനൈസേഷനിൽ ചേഞ്ചസ് വരുന്നത് റെസിസ്റ്റ് ചെയ്യും, അവർക്ക് അത് താങ്ങാൻ പറ്റില്ല. അതായത് അവർക്ക് എപ്പോഴും ഒരുപോലെ ഇരിക്കണം, എന്തെങ്കിലും ഒരു ചേഞ്ച് വരുന്നത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ എംപ്ലോയീസിന്റെ ഭാഗത്തുനിന്ന് വരുന്ന ചേഞ്ച് എങ്ങനെ റെസിസ്റ്റ് ചെയ്യാം, അതിലെ ക്രോസ് കൾച്ചറൽ ചാലഞ്ചസ് ഒക്കെ എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നോക്കും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഇനി യൂണിറ്റ് 13, അതായത് നമ്മുടെ ലാസ്റ്റ് യൂണിറ്റ് ആണ് എമേർജിംഗ് ട്രെൻഡ്സ് ഇൻ ഓർഗനൈസേഷണൽ ബിഹേവിയർ. സോ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് എല്ലാം പുതിയ രീതിയിലാണ് അല്ലെ. സോ ഇന്ന് എഐയും ടെക്നോളജീസ് ഒക്കെ വന്നതുകൊണ്ട് ഓർഗനൈസേഷനിലും ഹ്യൂമൻ ഇന്ററാക്ഷനിലൊക്കെ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതില് DEI, അതായത് ഡൈവേഴ്സിറ്റി, ഇക്വിറ്റി, ഇൻക്ലൂഷൻ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കേട്ടോ. ചാപ്റ്റർ അല്ല, ഈ ഒരു സബ്ജക്ട് യൂണിറ്റ് 13 വരെയാണ്. 13 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റും ആണ്, അതുപോലെ തന്നെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റും ആണ്. കുറച്ച് സൈക്കോളജി ബേസ്ഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അത് ഓർഗനൈസേഷനിൽ വരുമ്പോൾ എങ്ങനെയാണ് അത് നമ്മൾ ലിങ്ക് ചെയ്യുന്നത് എന്നൊക്കെ നമുക്കിത് ചാപ്റ്റർ വൈസ് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാവും. സോ ഒരു ഓവറോൾ ഐഡിയ ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ ഇനി നമുക്ക് ചാപ്റ്റർ വൈസ് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.